കാല് വേദനയ്ക്കുള്ള നല്ലൊരു മെഡിസിനായിട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കണേ. നമ്മുടെ കാലിനൊക്കെ നീര് അല്ലെങ്കിൽ കൈക്ക് വേദന ഇതൊക്കെ ഉണ്ടവരായിരിക്കും 10-6 പേര്. ഒരു അങ്ങനെയുണ്ടപ്പോൾ കുട്ടികൾക്കല്ല കൊച്ചു ഏജ് ആയിട്ടുണ്ടവർക്ക് അങ്ങനെയായിരിക്കും. അപ്പോൾ അവർക്കൊണ്ട് നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ ചെടി. ഈ ചെടിയുടെ പേര് എൻ്റെ നാട്ടിൽ ഇതിനെ എരിക്കെന്ന് പറയും. അല്പം പാലൊക്കെ ഉണ്ട്, ഒരു ഇല പൊട്ടിക്കുമ്പോൾ ഈ പാല് പോലെ ഈ വീഴും, അതാണ് ഈ ചെടി. ഈ ചെടി അറിയില്ലാത്തവർക്ക് ഈ റോഡ് സൈഡിലൊക്കെ ഇല്ലേ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ചെടി കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അധികം ഇങ്ങനെ പറമ്പിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ ചെടി കാണുന്നത്. അധികം പേര് നട്ടുപിടിപ്പിക്കാറില്ല. പക്ഷേ ഇത് ആരുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നട്ടുപിടിപ്പിക്കണം. നിങ്ങൾ ഉണ്ടവർ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഈ ചെടിയുടെ ഇല നമ്മൾ 1-5 അല്ലെങ്കിൽ 7 അങ്ങനെ ഒറ്റ നമ്പറായിട്ടാട്ടോ സാധാരണ പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ വെള്ളത്തിലൊന്നും ഇടാൻ പാടില്ല, ഒന്ന് തുടച്ച് കളയുക അതിൻ്റെ പൊടിമയൊക്കെ. അതിനുശേഷം ഒരു ഉണങ്ങിയ ടവൽ വെച്ചിട്ട് തുടച്ചെടുത്താൽ വരും. അപ്പോൾ നമ്മൾ കയ്യിൽ പൊട്ടിക്കുമ്പോൾ ഇതുപോലെ പാലിൻ്റെ അംശമൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് മണലെടുക്കുക. ഒന്നുമില്ല മണൽ, ഞാനിപ്പോൾ ഇത് കറുത്ത മണലാട്ടോ എടുത്തേക്കണേ. മണൽ എനിക്ക് കിട്ടിയേക്കണേ അതെടുത്തേക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു പഴയൊരു പാത്രത്തിലേക്ക് നമ്മളൊന്ന് പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പാത്രത്തിൽ, ഇരുമ്പിൻ്റെ പാത്രമായിരിക്കട്ടെ ഏറ്റവും നല്ലത്. അതിലിട്ട് നന്നായിട്ട് ചൂടാക്കുക. നമുക്ക് എത്ര ചൂടാണോ താങ്ങാൻ പറ്റുന്നത് ആ ചൂടിൽ നമ്മളൊന്ന് ചൂടാക്കുക. ചിലർക്ക് നന്നായിട്ട് പഴുത്ത ചൂട് ഇഷ്ടമായിരിക്കും, ചൂട് കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ചൂട് കൂട്ടി കുറച്ച് നമ്മളെടുക്കുക. അതിന് ശേഷം നമുക്ക് എവിടെയാണോ വേദനയുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ചൂടാക്കാനിട്ടേക്കുക കേട്ടോ. ചൂടാക്കാനിട്ട് ഏകദേശം ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇല കിട്ടിയാൽ മതി. നമ്മൾ സാധാ പഴയ ഡബിളിൻ്റെ ഒക്കെ ഇല്ലേ തുണിയില്ലേ, കനം കുറഞ്ഞ തുണി, അതായിരിക്കട്ടെ ഏറ്റവും നല്ലത്. അതൊരെണ്ണം ഇങ്ങനെ കീറിയെടുത്തിട്ട് എല്ലാം ഒരുപോലെ ഒന്ന് നോക്കുക. ഇത് നമുക്കിടെ ആവശ്യത്തിനുണ്ട് വീതിയിൽ, ഇത് നമുക്ക് എത്ര ഭാഗത്ത് വേദനയുണ്ടോ അതിൻ്റെ ആവശ്യത്തിനുണ്ട് വീതിയിൽ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒന്ന് കീറിയതിന് ശേഷം ഒന്ന് കെട്ടിയിട്ട് കൊടുക്കും. അത് നമുക്ക് കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് തുണി എടുത്തിട്ട് നമ്മൾ കെട്ടേണ്ട ഭാഗം താഴേക്ക് ഇടുക. ഇങ്ങനെ നൂലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചു കളഞ്ഞോളൂ. അതിന് ശേഷം നമുക്ക് ഈ വശത്തുനിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അപ്പോൾ നമ്മളിങ്ങനെ കെട്ടി വെച്ചില്ലേ, ഇനി നമുക്ക് ഒന്ന് തിക്കി ഒന്നകത്തേക്ക് ചുരുട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കെട്ടാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എടുക്കണേ. നമ്മൾ ഇല വെച്ചിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് കെട്ടാൻ പറ്റും. അതിനുവേണ്ടി അപ്പോൾ നമ്മൾ തുണി റെഡിയാക്കി വെച്ചു. കോട്ടൺ തുണി ഡബിളിൻ്റെ ആയിരിക്കും ഏറ്റവും നല്ലത്. പഴയ ഡബിളിൻ്റെ തുണിയായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ചൂട് കിട്ടും. അപ്പോൾ കോട്ടൺ തുണിയാണ്, പോളിസ്റ്റർ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ആ ഡബിളിൻ്റെ ഒരു പീസ് 2ആയിട്ട് മടക്കിയിട്ടു. നമ്മൾ ഏത് തുണിയാണെങ്കിലും കുഴപ്പമില്ല, ഒരു പീസ് ഇട്ടു. അതിലേക്ക് ചൂടായ മണലങ്ങ് ഇട്ടു കേട്ടോ. അപ്പോൾ മണലില്ല എന്ന് വെച്ചാൽ തവിടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് നീരൊഴിച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കിയാലും ഇതിലും ഗുണമായിരിക്കും കേട്ടോ. തവിടിൽ ഉപ്പ് നീരൊഴിച്ച് വെച്ചിട്ട് നമ്മൾ തവിടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ചൂടായി നല്ല ചൂട് നമുക്കടെ ഇഷ്ടത്തിനുള്ള ചൂടിലേക്ക് നമ്മളങ്ങോട്ട് തുണിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ കിഴി റെഡിയാവുക. അതിനുശേഷം നമ്മൾ സൂക്ഷിച്ചെടുക്കണം. എന്താണെന്നറിയോ, കയ്യിൽ ചൂടിൻ്റെ അംശം തട്ടരുത്. അതുകൊണ്ട് നമ്മൾ അതും ഒന്ന് നമ്മൾ വട്ടം ചുറ്റി നമ്മൾ എടുക്കണം. അധികം ചൂടിലെടുത്താൽ നമ്മുടെ കൈ പൊള്ളും കേട്ടോ. അതിനുശേഷം നമ്മൾ വലിച്ചൊന്നിട്ട് കൊടുക്കുക. ഒത്തിരി മണൽ വേണ്ട കേട്ടോ. നമ്മൾ കിഴി ചെയ്യുമ്പോൾ കുറച്ച് മണലിടുമായിരിക്കും നമുക്ക് സൗകര്യം, അതുകൊണ്ട് കുറച്ചിടുക. അപ്പോൾ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാലിലോ കയ്യിലോ എവിടെയാണ് വേദന എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ കാലിൽ വേദനയുണ്ട്, അവിടേക്ക് ഇല കമത്തി വയ്ക്കണം. തുടച്ച ഇല കമത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് വിരിഞ്ഞ് നിൽക്കില്ലേ, അത് അകത്തേക്ക് പോകണം. അതിന് ശേഷം നമ്മൾ ഈ തുണി ഇപ്പോൾ നമ്മൾ ചുറ്റി വെച്ചേക്കണം, തുണിയില്ലേ വട്ടം ചുറ്റി എടുക്കുക. അതിനാണ് ആദ്യം നമ്മൾ തുണി ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിയെടുത്തത്. അതിന് ശേഷം നമുക്ക്
നമുക്ക് ഒരു നല്ല ഒരു സൗകര്യപ്രദമായ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് തന്നെയാണെങ്കിൽ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ വട്ടം ചുറ്റി ഈ ഇലകൾ ഓരോന്ന് വെച്ച് കൊടുത്ത് നമുക്ക് ചുറ്റി 5 അല്ലെങ്കിൽ 7 അതായിരിക്കും എടുക്കേണ്ടത്. ഇത് പണ്ടത്തെ പഴയ തലമുറ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഈ ഇല കൊണ്ട് തന്നെ ഷുഗർ കുറയാൻ്റെ മെഡിസിനൊക്കെ ഉണ്ടല്ലോ, ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇട്ട് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ കിഴിയില്ലേ, നമ്മൾ ചൂടാക്കിയ കിഴി, ആ കിഴി നമുക്ക് സഹിക്കാവുന്ന ചൂടിൽ വെച്ച് കൊടുക്കുക. ഇത് ദിവസത്തിൽ 2 പ്രാവശ്യം 7 ദിവസത്തേക്ക് ചെയ്യുക കേട്ടോ.